നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. 45-ൽ പരം ബോട്ടുകൾ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ഇവിടെ നിന്ന് റൂട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കോടികൾ മുടക്കി ഈ ചങ്ങനാശ്ശേരിയുടെ നേരത്തെ MLA CF സാറ് പണിത ഒരു സംഭവമൊക്കെയായി കാണുന്നത്. പുരാവസ്തു സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, ഈ കോടികൾ മുടക്കി ഇത് കത്തി ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാർ കണ്ടിട്ടില്ല. കണ്ടോ, ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുന്നത് കണ്ടോ. ഇവിടുത്തെ ഒരു മുന്നറിയിപ്പ് ബോർഡ് കണ്ടോ, വളരെ രസകരമാണ് കേട്ടോ. ഈ കനാലിൽ ഇറങ്ങരുതെന്നും ഇതിന് ആഴം കൂടുതലാണെന്നും, എവിടെ ആഴം, നടന്നക്കരയ്ക്ക് പോവാം, ഇത് പരീക്ഷിക്കുന്നും ഒന്നുമില്ല. അപ്പോൾ ഈ ബോർഡൊക്കെ വെച്ച് മനുഷ്യനെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റുപാടും നശിച്ച് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. ഇപ്പോൾ ആകപ്പാട് ഇവിടെയുള്ള ഒരു ബോട്ടാണ്. അതുവരെ നിർത്താനായിട്ട് ആലപ്പുഴ ലോബികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുക. ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളുമെല്ലാം കൊട്ടിഘോഷിക്കുന്നത് അഞ്ചുവിളക്കിൻ്റെ നാട്. ഇതാണ് ഞങ്ങളുടെ എംബളം, ചങ്ങനാശ്ശേരിയുടെ എംബളമാണ് ഈ കാണുന്നത്. ചങ്ങനാശ്ശേരി കലക്ട്രേറ്റിലൊക്കെ 12 കോട്ടയം ജില്ലയുടെ കാര്യങ്ങളിൽ ഒരെണ്ണം ഈ അഞ്ചുവിളക്ക് അവിടെ സ്ഥാപിച്ചിരിക്കുന്നവർ. അപ്പം ഇതുപോലെ വൃത്തിഹീനമായിട്ട് നോക്കിക്കേ, വൃത്തിഹീനമായ രീതിയിലാണ് ഇപ്പോൾ ഇത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ദിവസം ഇങ്ങ് വന്ന് അടുത്ത് കഴിഞ്ഞു. ക്രിസ്തുമസാണ്. ഇത് നിങ്ങൾ നോക്കുക, ഇതുപോലെ മനോഹരമായ ഒരു ബോട്ട് ജെട്ടി കേരളത്തിൻ്റെ ഒരു ഭാഗത്തും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിന് ചുറ്റിനും ലൈറ്റുകളൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ ഇടുകയാണെങ്കിൽ ക്രിസ്മസ്, ന്യൂ ഇയർ, ചന്ദനക്കുടം, ഇങ്ങനെ വലിയ ഒരു വിശേഷ ദിവസങ്ങൾ നടക്കുന്ന ദിനങ്ങളാണ് ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക്. അപ്പോൾ ഇത് കിടക്കുന്ന ഇതിൻ്റെ ഈ അവസ്ഥ കണ്ടോ. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് നിങ്ങൾക്ക് നാണമില്ലേ? ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലം ഇത്ര വൃത്തിഹീനമായ രീതിയിലിടുവാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ ടാക്സ് മേടിച്ച്, നിങ്ങൾ ശമ്പളം മേടിച്ച് കസാരയിലിരിക്കുന്നത്? ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറിയുടെ പല ബോർഡുകൾ വെച്ചിട്ടുണ്ട്. സെക്രട്ടറിയുടെയൊക്കെ ഞാൻ ചോദിക്കുക, നിങ്ങൾ ഈ ബോട്ട് ജെട്ടി കണ്ടിട്ടുണ്ടോ? നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? ഇതാര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? നോക്കുക, ഇവിടുത്തെ ഇത് 2 വാർഡ് മെമ്പർമാരുടെ ഏരിയയാണ് ഈ ബോട്ട് ജെട്ടി. നിങ്ങളും ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ സമയമാകുമ്പോൾ വന്ന് ഞങ്ങളുടെയൊക്കെ വന്നിട്ട് വോട്ടിന് വേണ്ടി യാചിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളായിരിക്കുന്ന വാർഡ്, ആ പരിസരം നല്ല രീതിയിലാണോ? അതും ഇതുപോലെയുള്ള പേരുകേട്ട ഒരു സ്ഥലം ഇതുപോലെ വൃത്തിഹീനമായി കിടക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. നോക്കേ, ഇവിടെ ഒക്കെ നല്ല അടിപൊളിയാക്കി ഇവിടെ ബെഞ്ചൊക്കെ ഇട്ട് ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ നിങ്ങളൊരു ടോള് പോലൊരു ചെറിയ പീസ് വെച്ചോ, എന്നാലും ഇവിടെ വന്ന് ആൾക്കാരിരിക്കാൻ തയ്യാറാണ്. 9 ലക്ഷത്തിന് പോള വാരിയതാണ് അതേ കിടക്കുന്നു കണ്ടോ. ഇവിടെ ഒരാളെ വെച്ച് ഇത് ഡെയിലി വരുന്ന പോള വാരിയാൽ ഇവിടെ ഈ പോളയെന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചെറിയ ഫെഡൽ ബോട്ടൊക്കെ ഇടുവാണെങ്കിൽ ഒരു വരുമാനമാണ്. ആ രീതി ചിന്തിയില്, അല്ലാതെ എന്തെങ്കിലും ഇവിടെ പണിതിട്ട് നിങ്ങളെല്ലാം കൂടി സഹകരിക്കാതെ നാട്ടുകാരെ സഹകരിച്ച് ഇവിടെ കൊണ്ടുവരാൻ നോക്ക്.